അൽഗോരിതം ട്രാപ്പുകളുണ്ട്. അൽഗോരിതം ട്രാപ്പുകൾ എന്താണ്? നമ്മളെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ആകട്ടെ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ആകട്ടെ, മിക്സി ആകട്ടെ, പേനയാകട്ടെ, ഷർട്ടാകട്ടെ, പാൻസ് ആകട്ടെ, ഷൂ ആകട്ടെ, അതിനൊക്കെ നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാണ്. എന്നാൽ ഫോണ് നമ്മൾ അങ്ങോട്ട് യൂസ് ചെയ്യാണ്. സ്വന്തം നിയന്ത്രണത്തിൽ, എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ഫോണ്. എന്നെ ഒരിക്കലും എൻ്റെ ഫോണ്, എൻ്റെ നിയന്ത്രണം ഭേദിക്കാറില്ല എന്ന് ഉറപ്പുള്ളവരെന്ന് കയ്യൊന്നിച്ചാണ്. ഞാൻ പൂർണ്ണമായും ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കണുള്ളൂ. എൻ്റെ ഫ്രഷ് ടൈമൊന്നും എൻ്റെ ഫോണ് കൊണ്ടുപോകണില്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കയ്യൊന്നിച്ചാണ്. അവർക്കൊരു അവാർഡ് തരാനാണ്. ഗുഡ്, വണ്ടർഫുൾ. നിങ്ങൾക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ അവാർഡ് ഉണ്ട് കേട്ടോ. നിങ്ങളത് കോൺഫിഡൻസോടെ പറയണം. കുറച്ച് ഐഡിയ എനിക്ക് പറഞ്ഞു തരും വേണം. ഞാൻ പറയണില്ല ഞാൻ എൻ്റെ ഫോൺ എനിക്ക് എൻ്റെ ഫുൾ കൺട്രോളാണെന്ന് ഞാൻ പറയണില്ല. പറയാൻ പറ്റൂല. ആരതും അങ്ങനെ പറയണം. ആരതും കൃത്യമായി എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ അവർ യൂസ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണാം. കൃത്യമായിട്ട് കാണാം. എന്താ കാര്യം? ഇത് അൽഗോരിതം ട്രാപ്പുകളാണ്. സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഇത്തരം പ്രതിസന്ധികളെ കുറിച്ച് അടുത്ത കാലത്ത് വന്ന ചില ഡോക്യുമെന്ററികളുണ്ട്. നെറ്റ്ഫ്ലിക്സിലൊക്കെ കഴിഞ്ഞ 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യപ്പെട്ടൊരു ഡോക്യുമെന്ററി ഉണ്ട്. സോഷ്യൽ മീഡിയ ഡെലീമ എന്നാണ് ആ ഡോക്യുമെന്ററിന്റെ പേര്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങി കാണേണ്ട ഡോക്യുമെന്ററിയാണ്. ഈ ഡോക്യുമെന്ററി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ ഫ്രീക്ക് ആയിട്ടുള്ള വേഷം ധരിച്ച കുറേ ആൾക്കാരെ കാണാം. ഏതോ മണ്ടന്മാർ, ഏതോ ഫ്രീക്ക് ബോയ്സ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അവരുടെ ഡെസിഗ്നേഷൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താ? ഫേസ്ബുക്കിന്റെ ഫൗണ്ടർ ഡയറക്ടറായിരുന്നു, ഫേസ്ബുക്കിലെ ലൈക്ക് ബട്ടൺ എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളായിരുന്നു, ഫേസ്ബുക്കിന്റെ അൽഗോരിതം ഇൻചാർജ് ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് ഫേസ്ബുക്കിന്റെ അൽഗോരിതം ഇൻചാർജ്. അഥവാ നിങ്ങളെ അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് എന്ത് ഫീഡ്, ഒരിക്കൽ കണ്ട ഫീഡിന് പകരം സമാനമായത് പിന്നെ എന്തൊക്കെ വരണമെന്ന് സെറ്റ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ക്രമീകരിക്കുന്ന ആള് റിസൈനിങ് ലെറ്ററിൽ പറഞ്ഞ കാര്യം അദ്ദേഹം അതിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ സമൂഹത്തിന് വേണ്ടി അൽഗോരിതം സെറ്റ് ചെയ്തു പോകും, അവസാനം എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ഒപ്പം ചെലവാക്കേണ്ട സമയം ഞാൻ ആ അൽഗോരിതം കെണിയിൽ ഞാൻ തന്നെ പോയി വീഴും. എൻ്റെ മക്കളും അവരുടെ വളർച്ചയൊന്നും നോക്കിക്കാണാനില്ലാത്ത എന്ത് ജോലി കൊണ്ട് എനിക്കെന്ത് കാര്യമാണ്? നമ്മൾ എത്ര ആൾ ചിന്തിക്കും അങ്ങനെ? അയാൾ ഭയങ്കര റിലീജിയസ് ഒന്നല്ല, അയാൾ ഒരു മുസ്ലിം ഒന്നല്ല. പക്ഷേ അയാൾക്കരുടെ കുഞ്ഞിനോടുള്ള റെസ്പോൺസിബിലിറ്റിയെ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യാണ്.